ഈ വർഷത്തെ IPL ഫൈനലിൽ RCBയുടെ എതിരാളികൾ ആരായിരിക്കുമെന്ന് ഇന്നറിയാം. ക്വാളിഫയർ 2-ൽ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരത്തിന് മഴ ഭീഷണിയും നിലവിലുണ്ട്. ഈ മത്സരത്തിൽ രണ്ട് ടീമുകളുടെയും പ്ലേയിങ് 11-മായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അഹമ്മദാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഇന്നത്തെ രണ്ടാം ക്വാളിഫയറിന് മഴ ഭീഷണിയും നിലവിലുണ്ട്. മത്സര സമയത്ത് 35 മുതൽ 45 വരെ ശതമാനം മഴയ്ക്കുള്ള സാധ്യതകൾ പറയുമ്പോൾ മത്സരം പൂർണ്ണമായും വാഷൌട്ട് ആകില്ല എന്നുള്ള ആശ്വാസ വാർത്തയും കാണുന്നുണ്ട്. മഴ മൂലം മത്സരം പൂർണ്ണമായും കളിക്കാനാവാതെ വന്നാൽ മിനിമം ഓവർ മാത്രം കളിച്ചുകൊണ്ട് ഫൈനലിസ്റ്റുകളെ നിർണ്ണയിക്കാൻ തന്നെയുള്ള നീക്കമായിരിക്കും ഇന്നുണ്ടാവുക. അതേസമയം രണ്ട് ടീമുകളുടെയും പ്ലേയിങ് 11-മായി ബന്ധപ്പെട്ട് നിർണായക അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. ആദ്യം തന്നെ പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് 11 റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ സൂപ്പർ താരം യുസ്വേന്ദ്ര ചഹൽ ഇന്നത്തെ മത്സരത്തിന് വേണ്ടി ടീമിന് അവൈലബിൾ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കാണുന്നത്. പരിക്ക് മൂലം ആദ്യ ക്വാളിഫയറിൽ ഉൾപ്പെടെ ചഹലിന് കളിക്കാനായി സാധിച്ചിരുന്നില്ല. ഈ ഒരു മാറ്റമാണ് ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബിന്റെ പ്ലേയിങ് 11-മായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതേപോലെ ഹർപ്രീത് ബ്രാർ പ്ലേയിങ് 11-ലേക്ക് എത്തുമ്പോൾ വൈശാഖ് വിജയകുമാറിന് ടീമിലെ സ്ഥാനം നഷ്ടമായേക്കും. ഈ രണ്ട് മാറ്റങ്ങളോടും കൂടിയ പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ, ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, നേഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, അസ്മത്തുള്ള ഒമർ സായ്, ഹർപ്രീത് ബ്രാർ അല്ലെങ്കിൽ വൈശാഖ് വിജയകുമാർ, കൈൽ ജാമിസൺ, അർഷ്ദീപ് സിംഗ്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് 11-മായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ എലിമിനേറ്റർ മത്സരത്തിൽ നിന്നും ഒരു മാറ്റമാണ് ടീമിന്റെ പ്ലേയിങ് 11 ലൈനപ്പിൽ ഇന്ന് പറയുന്നത്. റിച്ചാർഡ് ഗ്ലസിന് പകരം റീസ് ടോപ്ലെ ഇന്നത്തെ മത്സരത്തിൽ പേസ് ലൈനപ്പിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ടീമിന്റെ 11-ൽ ഉണ്ടായിരുന്ന രാജ് ബാവ ടീമിനൊപ്പം തുടരും. അതുകൊണ്ട് തന്നെ മുംബൈയുടെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ജോണി ബെയർസ്റ്റോ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, നമാൻ ദിർ, മിച്ചൽ സാനർ, രാജ് ബാവ, റിച്ചാർഡ് ഗ്ലസൻ അല്ലെങ്കിൽ റീസ് ടോപ്ലെ, ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, അശ്വിനി കുമാർ എന്നിവരായിരിക്കും ടീം 11-ൽ ഉണ്ടാവുക. ഇനി മഴയുടെ സാധ്യതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മത്സരം വാഷൌട്ട് ആവുകയാണെങ്കിൽ പോയിന്റ് ടേബിളിലെ സ്ഥാനമനുസരിച്ചായിരിക്കും ഫൈനലിസ്റ്റുകളെ നിർണ്ണയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ടേബിൾ ടോപ്പർമാരായ പഞ്ചാബ് കിങ്സിനായിരിക്കും ഫൈനലിലേക്കുള്ള അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.